തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിക്കുന്ന സമയത്ത് അബ്ദുഹു വ റസൂലുഹു എന്ന് കാണാം. അതായത് അള്ളാഹുവിൻ്റെ അടിമയായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ ഒരു വാചകം വരാനുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമായിരുന്നു അത്. ഒരു പ്രത്യേക രൂപത്തിലാണ് വന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വന്നത് അള്ളാഹു നിയോഗിച്ചത് പ്രകാരമാണ്. താങ്കളോട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ, അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഒരു രാജാവായ പ്രവാചകനാവാനാണോ ആഗ്രഹം, അതോ ഒരു ദാസനായ അടിമയായ അബ്ദായ പ്രവാചകനാവാനാണോ ആഗ്രഹം? ഇതാണ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലെ അഭിപ്രായമാണ് താങ്കൾ രേഖപ്പെടുത്തേണ്ടത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒന്ന് നോക്കുകയാണ്. ഒരു അഭിപ്രായ അന്വേഷണമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ തന്നെ വിനയത്തിൻ്റെ ആംഗ്യം കാണിച്ചു. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറഞ്ഞു, എനിക്ക് അടിമയായ ദാസനായ അബ്ദായ പ്രവാചകനായാൽ മതി. മാഷാ അല്ലാഹ്. അതുകൊണ്ടാണ് പല സ്ഥലത്തും നമുക്ക് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, പ്രവാചകൻ ആരാണ്? അള്ളാഹുവിൻ്റെ അടിമയാണ്, അതോടുകൂടെ പ്രവാചകനുമാണ്. അതായത് വിനയപൂർണമായ ഒരു തെരഞ്ഞെടുപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയത്. ആയിഷ ബീവിയോട് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഞാൻ അന്ന് രാജാവായ പ്രവാചകൻ ആകണം എന്നായിരുന്നു തിരഞ്ഞെടുത്തത് എങ്കിൽ പർവ്വതങ്ങൾ സ്വർണമായി എന്നോടൊപ്പം സഞ്ചരിക്കുമായിരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിനയം നിറഞ്ഞു നിന്നതായി കാണാം. ഇരിക്കുമ്പോൾ അടിമകൾ ഇരിക്കും പോലെ ഇരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് കഴിക്കും. കയ്യിൽ നിന്ന് കാരക്കയെങ്ങാനും നിലത്തേക്ക് കൊഴിഞ്ഞു വീണാൽ അതെടുത്ത് ഭക്ഷിക്കും.